സ്പ്ലെൻഡറിന്റെ ഹീറോ ഹോണ്ടയുടെ വണ്ടികൾ എങ്ങനെയാണ് ക്ലച്ച് വേസ് മാറുന്നത്, ക്ലച്ച് പുള്ള് ചെയ്യുന്നത്, ക്ലച്ച് പവർ ചെയ്യുന്നത്, അങ്ങനെ ഒരു വീഡിയോ ആണ് ഇതിൽ ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ നമ്മൾ കവറ കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് കൊണ്ടു വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ക്ലച്ച് ഹബ്ബ്, അതുപോലെ തന്നെ ക്ലച്ച് പുള്ളി, അതിന് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ നോക്കണം. ഇതിന്റെ ഡാമേജോ കാര്യങ്ങളോ ഉണ്ടോ നമ്മൾ ക്ലച്ച് വേസ് ചേഞ്ച് ചെയ്ത് ആണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഒറിജിനൽ ക്ലച്ച് വൈസ് ആണ് ഇതിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്ലച്ച് വൈസ് എടുത്തിട്ടുണ്ട്, ക്ലച്ച് പ്ലേറ്റും എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്ലച്ച് വർ പാക്കിങ് മേടിച്ചിട്ടുണ്ട്, ഓയില്. ഈ ക്ലച്ച് വൈസ് എപ്പോൾ മാറിയാലും നമ്മൾ ഓയിൽ മാറി ക്ലിയർ ആക്കി കൊണ്ടുവരണം. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്, എങ്ങനെയാണ് ക്ലച്ച് പവർ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആണ്. അപ്പം ഇതുപോലുള്ള വീഡിയോ ആണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണം. ഒറിജിനൽ ക്ലച്ച് വൈസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഓയിലിൽ ജസ്റ്റ് ഒന്ന് മുക്കി വെക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഓയിൽ പറ്റിക്കാൻ വേണ്ടി മാത്രം. നമ്മളൊരു ക്ലച്ച് വൈസ് എടുത്തിട്ടുണ്ട്. ക്ലച്ച് വൈസ് ഓയിലെ മുക്കിയിട്ട് ഹബ്ബയിലോട്ട് ഇടുവാണ്. അതിനുശേഷം ഒരു പ്രഷർ പ്ലേറ്റ് ആണ് വെക്കുന്നത്. ഈ പ്രഷർ പ്ലേറ്റ് ഇടുമ്പോൾ ഇത് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ക്ലച്ച് വൈസ് പെട്ടെന്ന് തേഞ്ഞ് തീരാൻ കാരണമുണ്ട്. അപ്പോൾ ഇത് ഇടുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഇതിൽ രണ്ട് വശമുള്ളത്, ഒന്ന് ഇന്നും ഒന്ന് ഔട്ടും. ഈ പുറത്തോട്ടുള്ള ഈ ഒരു വശമാണ് നമ്മൾ മുകളിലോട്ടാക്കുന്നത്. എന്ന് വെച്ചാൽ ലെവലേ ഉള്ള വിഷയം താഴോട്ട് പരന്നിരിക്കുന്ന ഏറ്റവും അടിയിലോട്ട്. ഇങ്ങനെയാണ് ക്ലച്ച് വൈസ് ഉണ്ട്. എല്ലാ പ്ലേറ്റും ഇങ്ങനെ ഇടുന്നത്. ചില വണ്ടിക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡും വരും. അപ്പോൾ അത് അഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ വണ്ടിക്കും ഓരോ രീതിയാണ്. ഹീറോ ഹോണ്ടയുടെ പൊതുവെ എല്ലാ വണ്ടികൾക്കും ഇങ്ങനെയാണ്. ഒരു പ്ലേറ്റ് വെച്ചതിന് ശേഷം അടുത്ത പ്ലേറ്റ് വെക്കുന്നു, അതിനുശേഷം അടുത്ത പ്ലേറ്റ് വെക്കുന്നു. അതിന് ഒരു പ്ലേറ്റ് ഒരു ക്ലച്ച് വൈസ്, ഒരു പ്ലേറ്റ് ഒരു ക്ലച്ച് വൈസ്, അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അതിനുശേഷം ക്ലച്ച് പുള്ളിയിട്ട് ക്ലോസ് ചെയ്യുകയാണ്. ഈ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും സ്പ്ലെൻഡറിന് എങ്ങനെയുള്ള നമുക്ക് ക്ലോസ് ചെയ്യാം. അതേസമയം എസ്പൾസ്, വേറെ വണ്ടികൾ, അങ്ങനത്തെ വണ്ടികളൊക്കെ ഇതിനൊരു ടൈമിംഗ് ഉണ്ട്. ഇവിടെ ഓരോ പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ് വെച്ചാണ് ലോക്കലോട്ട് പ്രസ് ചെയ്യുന്നത്. ഇത് നമുക്ക് സ്പ്ലെൻഡർ ആയതുകൊണ്ട് എങ്ങനെ വിട്ടാലും ലോക്കലോട്ട് കറക്റ്റ് കയറും. ഇതിന്റെ പരിപാടി ക്ലച്ച് വൈസ് ഫുള്ള് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഒരു ക്ലച്ച് വൈസ്, ഒരു പ്ലേറ്റ്, ഒരു ക്ലച്ച് വൈസ്, ഒരു പ്ലേറ്റ്, അങ്ങനെയാണ് ഇതിന്റെ വരുന്നത്. ഇത് ക്ലച്ച് ഹബ്ബ് ഇത്രയും സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് ഹബ്ബ് സെറ്റ് ചെയ്യുവാണ്. ക്ലച്ച് ഹബ്ബ് സെറ്റ് ചെയ്യുമ്പോൾ ഈ ടോപ്പിലൊരു വാഷർ ഉണ്ടാവും. ഇച്ചിരി അടുത്ത് എനിക്ക് ക്ലച്ച് ഹബ്ബ് കയറി. അതിനുശേഷം ക്ലച്ച് ബെല്ല് കയറ്റിയതിനു ശേഷം 3 വാഷർ വരുന്നുണ്ട്. ഒന്ന് കട്ട് വാഷറും ഒരു ലോക്കും. ലോക്ക് ആദ്യം ഇടുക. അതിനുശേഷം ലോക്ക് വാഷർ ഇടുക. നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഗ്രീസ് വെച്ച് വെക്കുന്നുണ്ട്. കാരണം ഇത് പെട്ടെന്ന് തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഗ്രീസ് വെക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴും കൈ കൊണ്ട് പിടിച്ച് വെക്കണം. ഗ്രീസ് തേച്ചെന്ന് പറഞ്ഞാൽ യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. കട്ട് വാഷർ ഇട്ടതിന് ശേഷം ഈ ഒരു ലോക്കും വെച്ച് അത് അടച്ചു വെക്കണം. ലോക്ക് ചെയ്യുക. ഈ ഹബ്ബ് ഒരു കൈ കൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം ക്ലച്ച് ഫുൾ ഇങ്ങനെ കയറ്റി ഒന്ന് ലെഫ്റ്റ് റൈറ്റും തിരിച്ച് നേരെ പ്രസ്സിലോട്ട് കയറ്റി വെക്കാം. അതിനുശേഷം ഒരു വാഷർ വരുന്നുണ്ട്, ഒരു ക്ലച്ച് ബോൾട്ടും വരുന്നുണ്ട്. ഈ വാഷർ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു നോബ് വരുന്നത് വെളിയിലോട്ടാക്കി നോബ് ഇടാവുള്ളൂ. ക്ലച്ച് വൈസ് കാര്യങ്ങളെല്ലാം കയറി ക്ലച്ച് ബോൾട്ടൊക്കെ ടൈറ്റ് ചെയ്തു. ഇനിയാണ് ഈ ഒരു 4 വാഷർ കൊണ്ട് നമുക്ക് ക്ലച്ച് പവർ ചെയ്യാൻ പറ്റും. ക്ലച്ച് പവറിങ്, ക്ലച്ച് പുള്ളിങ് എന്നൊക്കെ പറയും. സാധാരണഗതിയിൽ ഈ വണ്ടി ചെയ്യുന്നത് 2 സ്ട്രോക്ക് വണ്ടികൾക്കാണ് നമ്മൾ കോമൺ ആയിട്ട് ഇത് ചെയ്യുന്നത്. ഇതിപ്പോൾ സ്പ്ലെൻഡറിലും ചെയ്യും. ഇതൊരു ലോ ടോർക്ക് എഞ്ചിനാണ്. വലിയൊരു പെർഫോമൻസ് കിട്ടിയില്ല. പക്ഷേ നിലവിലുള്ളതിനെക്കാട്ടിയും കുറച്ചും കൂടി പെർഫോമൻസ് കാര്യങ്ങളെല്ലാം വണ്ടിക്ക് കൂടും ക്ലച്ച്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് 4 സ്പ്രിങ് വരുന്നുണ്ട്. ആ സ്പ്രിങ്ങിന്റെ അടിയിലോട്ട് ഈ ഒരു വാഷർ സെറ്റ് ചെയ്യുക. അപ്പം സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ സ്പ്രിങ്ങിന്റെ ലോഡ് കൂടും. കൂടുതലും പ്രസ്സായിട്ട് ക്ലച്ച് വൈസ് ഇരിക്കും. അങ്ങനെ കുറച്ചും കൂടി ടൈറ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് ടോർക്ക്, നമ്മുടെ ക്രാങ്കിൽ നിന്ന് വരുന്ന ടോർക്ക് കറക്റ്റ് ആയിട്ട് ക്ലച്ച് വൈസിലോട്ട് കിട്ടും. അതാണ് ഇതിൻ്റെ ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് സ്പ്രിങ്ങിന് ടെമ്പർ കൂട്ടാനൊക്കെ പറ്റും. ഇതൊരു ലോ ടോർക്ക് എഞ്ചിൻ ആയതുകൊണ്ടാണ് സ്പ്രിങ്ങിനെ കാര്യങ്ങൾക്കൊന്നും ടെമ്പർ കൂട്ടാതെ തന്നെ നമ്മളൊരു വാഷർ വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് ലോ ടോർക്ക് എഞ്ചിനാണ്. വലിയൊരു പവർ വ്യത്യാസമല്ല, എന്നാലും നിലവിലുള്ളതിനെക്കാട്ടിയും കൂടുതലായിട്ട്. അപ്പോൾ ക്ലച്ച് വൈസ് മാറുന്നവർ ഈ ഒരു ടിപ്പും കൂടെ ചെയ്ത് നോക്കുക. കാരണം ഈ വാഷറിന് വലിയ വിലയില്ല. ഒരു വാഷറിന് 3 രൂപ വെച്ച് വിലയുള്ളൂ. അപ്പോൾ 4 വാഷർ മേടിച്ചാൽ മതി. 12 രൂപയുടെ മുടക്കമുള്ളൂ. അപ്പോൾ ഇച്ചിരി കൂടെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം കൂടുതൽ കിട്ടും. ബാക്കി ഇത് എങ്ങനെ ചെയ്യുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം.
ക്ലച്ചിന്റെ ബോൾട്ട് മുറുക്കുമ്പോൾ ഓപ്പോസിറ്റ് കൊള്ളിച്ച് വെച്ച് മുറുക്കുക. ഫുള്ള് ടൈറ്റ് ചെയ്യില്ല, എല്ലാം ഒരേ ലെവലിൽ തന്നെ ടൈറ്റ് ചെയ്യാവുള്ളൂ. ബാലൻസർ വെക്കുക. ക്രാങ്ക് വെയിറ്റ്, ക്രാങ്ക് ബാലൻസ് എന്നെല്ലാം പറയും കേട്ടോ. ഹീറോ ഹോണ്ടയുടെ വണ്ടികൾക്കും അതുപോലെ FC അങ്ങനെ യമഹയുടെ വണ്ടികൾക്കും ഇങ്ങനെ ഒരു ഫിൽറ്റർ വണ്ടിക്കകത്തുണ്ടായിരിക്കും. ഈ ഫിൽറ്റർ ഓരോ തവണ ഓരോ 10,000 കിലോമീറ്ററിലും ക്ലീൻ ചെയ്യണമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇത് ഇടാൻ മറക്കുകയും ചെയ്യില്ല. ഇത് കറക്റ്റായിട്ട് എപ്പോൾ ക്ലച്ച് വൈസ് അയച്ചാലും ഇത് അഴിച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് വേണം തിരിച്ചിടാൻ വേണ്ടി. നമ്മുടെ ക്രാങ്ക് ബാലൻസിന്റെ അകം എപ്പോഴും ക്ലീൻ ചെയ്ത് വൃത്തിയാക്കണം. കാരണം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡസ്റ്റോ കാര്യങ്ങളോ നമ്മുടെ മെറ്റലിന്റെ തരിയെല്ലാം വന്ന് ഇതിൻ്റെ അകത്ത് അടഞ്ഞിരിക്കും. അപ്പോൾ ഇത് എപ്പോഴും വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ട് തന്നെ സൂക്ഷിക്കണം. എപ്പോൾ അയച്ചാലും ക്ലീൻ ചെയ്യണം. പിന്നീട് ഇവിടെ ഒരു പാക്കിംഗ് ഉണ്ട്. ഈ പാക്കിങ്ങും ഇടാനും ഒരു കാരണവശാലും മറക്കരുത്. ഈ പാക്കിങ് കല്ലിച്ചു പോകും. അപ്പോൾ എപ്പോൾ അഴിച്ചാലും ആ പാക്കിങ് ചേഞ്ച് ചെയ്തിട്ട് വേണം ഇടാൻ വേണ്ടി. അതിലൊരു കാരണവശാലും പശ വെക്കരുത്. പശ വെച്ച് കഴിഞ്ഞാൽ ക്രാങ്കിനകത്തോട്ട് ഇതിൽ ഓയിൽ പാസ്സാവുന്നതാണ്. ഓയിൽ അകത്തോട്ട് പോകാതിരിക്കും. അപ്പം പശ വെക്കണ്ട, അല്ലാതെ തന്നെ ചെയ്താൽ മതി. പിന്നീട് ഈ ഒരു ഓയിൽ സീല്, അകത്തെ ഒരു ഓയിൽ സീല് ഡാമേജ് ആയി കഴിഞ്ഞാൽ ഹെഡിലോട്ട് ഓയിൽ പ്രഷർ ആകുകയില്ല. അതും ശ്രദ്ധിക്കണം. നല്ല എപ്പോൾ അഴിച്ചാലും ഓയിൽ സീല് ഡാമേജ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്തോണം. ഈ സ്പ്ലെൻഡറിനെല്ലാം ഒരു ഓയിൽ ട്രേ വരുന്നുണ്ട്. ഇത് വെക്കുന്നതിന് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് എപ്പോഴും ഓയിലിൻ്റെ അകത്ത് മുങ്ങി നിൽക്കാൻ വേണ്ടിയാണ്. ഇത് അടിയിലായിട്ടായിട്ട് വരും. അപ്പൊ ഇതിൻ്റെ അകത്ത് വന്ന് ഓയിൽ നിറഞ്ഞ് ഈ ക്ലച്ച് എപ്പോഴും കൂളായിട്ട് തന്നെ ഇരിക്കും. ക്ലച്ച് ഒത്തിരി കല്ലിച്ചു പോകാതിരിക്കാനും ക്ലച്ച് പെട്ടെന്ന് ഡാമേജ് ആകാതിരിക്കാനൊക്കെയാണ് ഈ ഒരു ട്രേ വെക്കുന്നത്. അപ്പൊ ഇത് അഴിക്കുന്നവർ ഇത് ഇടാൻ പാടായതുകൊണ്ട് ആരും വെക്കാറില്ല. അപ്പൊ നിർബന്ധമായിട്ട് ഇത് ഇടേണ്ടതാണ്. ഇല്ല ക്ലച്ച് വൈസ് പെട്ടെന്ന് കംപ്ലൈന്റ് ആവും. ക്ലച്ച് പെട്ടെന്ന് കത്തിപ്പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. നമ്മൾ സാധാരണ ആനോബോണ്ട് അങ്ങനെ വെക്കാറില്ല. പക്ഷെ ചില വണ്ടികൾക്ക് നമ്മൾ വെക്കും. കാരണം ഈ ഒരു കവർ കണ്ടാൽ തന്നെ അറിയാൻ ചെറിയ ചളുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കവറിൽ നമ്മൾ മാക്സിമം ചെറിയ തോതിൽ അതും വൈറ്റ് ബൗണ്ട് പുറത്തോട്ട് കാണാത്ത രീതിയിൽ ചെറുതായിട്ട് നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട്. കാരണം എല്ലാ വണ്ടിയിലും തേക്കണമെന്നില്ല. പക്ഷെ ചില വണ്ടിയിൽ ചെറിയ ചളുക്കോ കാര്യങ്ങളോ ഇത് ഒത്തിരി പഴക്കമുള്ളതായതുകൊണ്ട് നമ്മൾ ഇതിൽ തേക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് പാക്കിങ് സീറ്റിംഗ് ആണെങ്കിൽ ആനോബോണ്ടിന്റെ ആവശ്യമില്ല. പക്ഷെ ഈ ഒരു വണ്ടിയുടെ ഇത്രയും പഴക്കമുള്ള വണ്ടിയാണ് ചെറിയ ചലക്കം ഉള്ളതുകൊണ്ട് നമ്മൾ ചെറിയ തോതിൽ ആനബോണ്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. ഒക്കെ വെച്ച് നമ്മൾ അടയ്ക്കാൻ പോവാം. കവർ ക്ലച്ചർ അടയ്ക്കാൻ പോവാണ്. അപ്പം ഇടുമ്പം ഈ ഒരു പുഷിങ് ക്ലച്ചിന്റെ പുഷർ ഇടാൻ മറക്കുകയോ ചെയ്യരുത്. അത് നമ്മൾ ഇട്ടിട്ടുണ്ട്. ക്ലച്ച് പുള്ളിങ് അതുപോലെ തന്നെ പിക്കപ്പ് കൂടാൻ വേണ്ടി ആ വാഷർ ഇടുന്ന ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ആ വാഷർ സാധാരണ ക്ലച്ച് വൈസ് ചെയ്യുന്ന പോലെ തന്നെ സ്പ്രിങ്ങിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്താൽ മതി. ഒരു വാഷർ അഡീഷണൽ ആയിട്ട് ചെയ്താൽ മതി. ഇത് കൂടുതലായിട്ട് ചെയ്യുന്ന 2 സ്ട്രോക്ക് വണ്ടികളിലാണ്. 4 സ്ട്രോക്കിൽ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഇത് നമ്മുടെ ലോ ടോർക്ക് എഞ്ചിൻ ആയതുകൊണ്ട് കുറച്ചും കൂടെ പിക്കപ്പ് കൂടുതൽ കിട്ടാനുള്ള ചെറിയൊരു ടിപ്പാണ്. വലിയൊരു പവർലോട്ടല്ല, ഇത് ലോ ടോർക്ക് എഞ്ചിനാണ്. അപ്പോൾ ചെറിയൊരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ക്ലച്ച് കുറേ കൂടെ നമുക്ക് ടോപ്പ് എൻഡ് കുറച്ചുകൂടെ കൂടുതൽ കിട്ടുന്നൊരു ഫീലിംഗ് വരും. അപ്പം അതെല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പം ഇനി നിങ്ങൾ ക്ലച്ച് വൈസ് മാറുമ്പോൾ ഇതുപോലെ തന്നെ ഒരു വാഷർ ഇട്ട് ചെയ്ത് നോക്ക്. മറ്റു വണ്ടികളിൽ ചെയ്യുന്നത് വേറെ രീതിയിലാണ്. ഇത് ലോ ടോർക്ക് എഞ്ചിനിൽ ചെറിയ വാഷർ ഇടാവുള്ളൂ. ഓവറായിട്ട് സൈസ് ഉള്ളതോ കാര്യങ്ങളൊന്നും ഇടരുത്. അത് വണ്ടിക്ക് പ്രശ്നങ്ങളാണ്. കാരണം ക്ലച്ച് പെട്ടെന്ന് കൊണ്ടുപോകാനും കാര്യങ്ങളൊക്കെ കാരണമാകും. അപ്പം ഇതുപോലുള്ള വീഡിയോ ആണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കുക. ഇനി ഉടനെ തന്നെ ഈ വണ്ടിയുടെ തന്നെ നമ്മൾ CC അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 4V കൺവേർട്ട് ചെയ്യുന്നുണ്ട്. എസ്പൾസ് 2B 4V കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പം ഇനി വരുന്ന വീഡിയോസ് എല്ലാം ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആണ്. അപ്പം ഇതുപോലെയുള്ള വീഡിയോ കാണാൻ നമ്മൾ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്